ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത് BR ഒരു ഡുവോ മാച്ചും കാര്യങ്ങളൊക്കെയാണ് കളിക്കുന്നത്. സോ നമ്മൾ നേരെ ക്ലോക്ക് ടവറിലേക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇറങ്ങുന്നത്. സോ ഇപ്പോൾ ക്ലോക്ക് ടവറിലേക്കൊക്കെ അത്യാവശ്യം എനിമീസ് വരാനുണ്ട്. കാരണം പുതിയ ഫാക്ടറിയിലേക്ക് എല്ലാവരും പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നെക്കൊണ്ട് ആദ്യം തന്നെ ക്ലോക്ക് ടവറിലേക്ക് ഒന്ന് ലൂട്ട് എടുത്തിട്ടാണ് ഒരുപാട് ആൾക്കാർ പോവാറ്. എൻ്റെ കയ്യിൽ എന്തായാലും കോഡയാണ്. ഞാൻ എല്ലാ സ്ഥലത്തും നോക്കുന്നുണ്ട്. ക്ലോക്ക് ടവറിൻ്റെ 4 ഭാഗത്ത് നോക്കുന്നുണ്ട് ഞാൻ. കാരണം കോഡയിൽ നമുക്ക് ഏറുന്ന ആൾക്കാരെ ട്രാക്ക് ചെയ്യാനോ ആ ഒരു രീതിയിൽ ഞാൻ എല്ലാവരെയും നോക്കുന്നുണ്ട്. സോ ആരും കണ്ടിട്ടില്ല ഇതുവരെ. ക്ലോക്ക് ടവറിലേക്ക് ആരും ഇല്ലാന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് ഈ സൈഡിൽ നിന്നായിട്ട് കളിക്കാം. എൻ്റെ ടീമേറ്റ് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിട്ടുണ്ട്. സോ ഞാനിവിടെ ഇങ്ങനെ ഈ സൈഡിലായിട്ട് ലൂട്ടും തപ്പി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളതിൽ ഉള്ളത് M10 ഒക്കെയാണ്. സോ പിന്നെ ഞങ്ങൾ ലൂട്ടൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നേരെ പീക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. ഞാൻ എല്ലാ സൈഡും നോക്കുകയാണ്. കാരണം ഫാക്ടറീൻ്റെ അകത്തൊക്കെ കുറേ എനിമിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നോക്കുകയാണ്. ഞങ്ങളിങ്ങനെ പീക്കിലേക്ക് റഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സൈഡിലേക്ക് ഒരു സ്കോപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും എനിമീസിനെ കണ്ടാലോ. ഞങ്ങൾ നേരെ പീക്കിൻ്റെ ഉള്ളിലേക്ക് കയറാൻ. പീക്കിൻ്റെ ഉള്ളിലേക്ക് ചിലപ്പോൾ എനിമീസ് ഹോൾഡ് ചെയ്ത് നിൽക്കുക. സോ പീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ എനിമീസിനെ കണ്ട് കുതിരയിൽ നിന്ന് എങ്ങോട്ടേലും റഷ് അടിച്ച് നോക്കുമ്പോൾ നമ്മളെ ടീമേറ്റിന് അടി കിട്ടുന്നത്. നമ്മൾ നേരെ 249 ഉപയോഗിച്ചുകൊണ്ട് ആ എനിമിക്ക് എല്ലാ ഡാമേജ് എടുത്തിട്ടുണ്ട്. അവൻ വാളിട്ടുകൊണ്ട് ബാക്കോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റാണ് എടുത്ത്. അപ്പോഴത്തേക്ക് അവിടെ അവൻ്റെ ടീമേറ്റും വന്നിട്ടുണ്ട്. സോ നമ്മളെ ടീമേറ്റിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനും കുറച്ച് ഡാമേജ് എടുത്തിട്ടുണ്ട്. സോ അപ്പോഴത്തേക്ക് അവൻ മറ്റേ നോക്കായ അവൻ്റെ ടീമേറ്റിനെ പൊക്കാണ് ലൂട്ടിട്ട്. അവനവിടുന്ന് പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരെ ഇപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവനവിടുന്ന് വരുന്നത്. നേരെ ഒന്നും നോക്കില്ല. M10 കുത്തി പിടിച്ച് അവനങ്ങനെ നോക്കിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചുറ്റിനും വാളിട്ടുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഹെൽത്തൊക്കെ ഫുള്ളാക്കുകയാണ്. സോ ഒരു സൂപ്പർമാൻ അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ അവൻ്റെ അടുത്ത ടീമേറ്റിനെ തപ്പാണ്. അവൻ്റെ ടീമേറ്റ് പൊങ്ങിയിട്ടുണ്ടല്ലോ. സോ ഈ ഭാഗത്തേക്ക് തപ്പുമ്പോഴൊന്നും അവൻ്റെ ടീമേറ്റിനെ കാര്യങ്ങളായിട്ട് കാണുന്നില്ല. സോ ഞങ്ങൾ പീക്കിൻ്റെ ഉള്ളിലേക്ക് കയറാനായിട്ട് നോക്കിയിരിക്കുന്നു. പീക്കിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ വെൻഡിങ് മെഷീൻ്റെ അടുത്തേക്ക് ഇട്ട് പോകാൻ നോക്കുമ്പോഴാണ് ടീമേറ്റ് ചെയ്യുന്നത്. അവൻ അവിടെ അല്ല അപ്പോൾ ഞങ്ങൾ നേരെ പീക്കിൻ്റെ ഈ സൈഡിലേക്ക് ആയിട്ട് പോകുമ്പോഴാണ് നമ്മുടെ ടീമേറ്റിന് അവിടെ നിന്ന് അടി കിട്ടുന്നതായിട്ട് പറയുന്നത്. ടീമേറ്റിന് നേരെ നടിയിട്ടുണ്ട്. അടുത്ത വെച്ച് അടിച്ചൊക്കെ നമ്മുടെ ടീമേറ്റ് നോക്കട്ടെ. അവൻ്റെ MB40 എങ്ങനെയാണ്. നമ്മളെ നമുക്കെന്ത് പേടി. നമ്മളിത് അവനെയും കൊന്ന് ആ ടീം അങ്ങോട്ട് വൈപ്പാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളിത് ഈ പീകിന് ഈ ഭാഗത്തായിട്ട് എത്തിയപ്പോൾ ആ വീട്ടിൽ ഒരു എനിമി ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ വീട്ടിൻ്റെ ഉള്ളിലാണോ അല്ല അതിൻ്റെ മേത്തലാണോ എന്നറിയില്ല. നമ്മുടെ ടീമേറ്റ് എന്തായാലും ഇവിടെ വാളിട്ടുകാണ്ട് അവിടെ ഇണക്കാൻ നിൽക്കുകയാണ്. അവനങ്ങോട്ട് കയറാനാണ്. സോ അവൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഈ ജനാലേൻ്റെ ആ ഭാഗത്തേക്കായിട്ടൊക്കെ അങ്ങനെ നോക്കുന്നുണ്ട്. എങ്ങാനും അവിടെ നിന്ന് അങ്ങനെ എനിമി നമ്മൾ അടിക്കാൻ ചാൻസ് കൂടുതലാണ് വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ. മേത്തിൽ ഡ്രോണുള്ളതിനെ കൊണ്ട് അവിടെ തന്നെ എനിമീനെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുണ്ട്. സോ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിൽക്കുകയാണ് ഇങ്ങനെ. അതിനുശേഷം ഞങ്ങൾ നേരെ താഴത്തേക്ക് റഷ് ചെയ്തിട്ടുണ്ട്. സോ അവൻ ഒറ്റൊരാളെ മാർക്ക് ചെയ്ത് കാണിക്കുന്നുള്ളൂ. സോ അതിനെക്കൊണ്ട് ഞങ്ങൾ രണ്ടുപേരെ കൊണ്ട് നേരെ അവൻ്റെ നേരെ റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. നേരെ വീടിൻ്റെ മേത്തേൽ കയറി വയ്ക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി അവൻ വീടിൻ്റെ മുകളിലാണല്ലോ എന്ന്. ആ സാൻഡിനൊക്കെ ഇട്ട് താഴത്തേക്ക് ഇറങ്ങി ഒന്ന് കളിക്കുന്നുണ്ട്. സോ ഞാൻ നേരെ ഈ സൈഡിലേക്കൊക്കെ കാണിക്കും. ഇവിടെ കൂടെ വേറെ ടീമെല്ലാം പോവുകയാണെങ്കിൽ അതിൽ അടിക്കാമല്ലോ. ലാസ്റ്റ് എന്ത് ചെയ്ത് ഇതിൽ കൂടെ ഗ്ലൂ ഇട്ട് മറ്റേ കയറുന്ന ട്രിക്കില്ല. ആ ട്രിക്ക് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങളതിൽ ഗ്ലൂ ആൾട്ട് മേത്ത കയറാൻ നോക്കുകയാണ്. ടീമേറ്റ് ഇവിടെ ഗ്ലൂവും കാര്യങ്ങളൊക്കെ ഇട്ട് കണ്ട് ഇതാക്കുന്നുണ്ട്. അങ്ങനെ M249 ഉപയോഗിച്ചുകൊണ്ട് ഈ സൈഡിലൊക്കെ നോക്കണ്ടേ. അവർക്കൂടെ അങ്ങനെ എനിമീസ് പോകുന്നുണ്ടെങ്കിലേ നമ്മളെ അടിക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴത്തേക്ക് M249 കുത്തി പിടിച്ച് നോക്കിയിടാന്നുള്ളതിൽ. സോ അവനവിടെയൊക്കെ കയറി നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ കാണുന്നില്ല. സോ അവൻ താഴത്തേക്ക് അടിച്ചിട്ടുണ്ട്. വീണ്ടും ഞങ്ങളത്
ഇവിടെ ഗ്ലൂ കാര്യങ്ങൾ കെട്ടി കൊടുത്തിട്ടുണ്ട് ഞാൻ. സോ ഞങ്ങൾ അവൻ ലാസ്റ്റ് എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ സോണിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചു. കാരണം അവനെ തീരെ അടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ സോണിൻ്റെ ഉള്ളിലേക്ക് കയറിച്ചു. ഞാൻ മേത്തലേക്ക് ജസ്റ്റ് ആയിട്ട് നോക്കുന്നുണ്ട്, എങ്ങാനും നമ്മളെ മേത്തുനിന്ന് അവനെ അടിക്കാൻ നോക്കിയാലോ. ഞങ്ങൾ വീണ്ടും ഈ ഭാഗത്ത് നിൽക്കണം, കാരണം അവൻ മേത്ത് തന്നെ നിൽക്കുകയാണ്. ലാസ്റ്റ് ഞങ്ങളിത് ഇവിടെ എത്തിയിട്ട് അപ്പുറത്തൊരു ടീം നിൽക്കുന്നു. അപ്പോൾ ഒരുത്തനെ കുത്തിപ്പിടിച്ച് ഞാൻ നോക്കും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോഴത്തേക്കും ടീമിലേക്ക് പൊക്കാൻ പോകുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഗ്ലൂട്ട് റഷ് ചെയ്യണം. ഇവരാണ് ലാസ്റ്റ് ടീം, ഇവരെയും കൂടി കൊന്ന ബൂയ ഉറപ്പാണ്. അപ്പോൾ അതെ ഞങ്ങൾ നേരെ പോയി നേരെ റഷ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ടീമേറ്റ് മറ്റേ ലിക്വിഡൊക്കെ എടുത്ത് വരുന്നുണ്ട്, ഗ്ലൂ പൊട്ടിക്കാതെ ലിക്വിഡൊക്കെ. അവനാണ് മിഷൻ വെച്ച് കുത്തിപ്പിടിക്കുകയാണ്. ഞാനതൊക്കെ ഇവിടെ ഒരു നമ്മുടെ ടീമേറ്റ് അവനെയും കൂടി എടുത്ത് ബൂയ അടിച്ചിട്ടുണ്ട്. സോ ഇതേപോലത്തെ നല്ല കിടുക്കാച്ചി വീഡിയോസ് ഇനിയും കിട്ടണമെങ്കിൽ എല്ലാവരും നമ്മളെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ചലഞ്ച് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ പുതിയ ഇട്ടാണ് വരെ എല്ലാവർക്കും ബൈ.